ശ്രീ രാജു നായർ ഇന്നിപ്പോൾ ഹിന്ദുവിൽ രാഹുൽ ഗാന്ധി എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സഭയിൽ ഖർഗെയും പറയുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഈ പെല്ലറ്റ് ആക്രമണത്തിന് ഉത്തരവിട്ട് താനാണ് എന്ന് ആഭ്യന്തരമന്ത്രി സമ്മതിക്കേണ്ടി വരും, അല്ല എങ്കിൽ ആഭ്യന്തരമന്ത്രി അറിയാതെ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അതാണെങ്കിലും ആഭ്യന്തരമന്ത്രിക്ക് കഴിവുകേടാണല്ലോ അവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നേരിടാൻ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ സഭയിൽ വരാത്തത് അമിത്ഷാ? അല്ല, ഉത്തരം അവർക്ക് ഒന്നിലുമില്ലല്ലോ. പേപ്പർ ലീക്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഒരു ഉത്തരവുമില്ല. 2024 പേപ്പർ ലീക്ക് നടന്നതിന് ശേഷം വലിയ ഇതുണ്ടാക്കി ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് ഞാൻ പറഞ്ഞു, സഞ്ജീവ് മുഖ്യ എന്നാണെന്നോ. അയാളെ അറസ്റ്റ് ചെയ്തു. 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അയാൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി. അത് കഴിഞ്ഞ് ഈ ജൻസിയുടെ വിപ്ലവം ഇപ്പം നടന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിന് തലേ ദിവസം അയാൾക്കെതിരെ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞാൽ അയാൾ വെറുതെ വിട്ടു. അപ്പോൾ ഇവർക്ക് ഉത്തരങ്ങളൊന്നിലുമില്ല. പക്ഷേ ഇത് പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങൾ ഏതോ പരാജയപ്പെട്ടു, ഈ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ദുരഭിമാനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് വരാത്തത്. നോക്കൂ, ഇവിടെ BJPക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു സഹപ്രവർത്തകൻ അദ്ദേഹം പല കാര്യങ്ങൾ സൂചിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞത് പാർലമെന്റ് നടപടിക്രമങ്ങൾ, നിങ്ങൾ പാർലമെന്റ് നടപടിക്രമങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? പാർലമെന്റിന്റെ ഏത് നടപടിക്രമം അനുസരിച്ചിട്ടാണ് ഈ GST ഉൾപ്പെടെയുള്ളത് മണി ബില്ലാക്കി കൊണ്ടുവന്നത്? ഏത് പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആർട്ടിക്കിൾ 370 ഉൾപ്പെടെയുള്ള എത്രയോ പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം ഈ അംഗങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ള സമയം പോലും കൊടുക്കാതെ, അവർക്ക് നോട്ടീസ് കൊടുക്കാതെ ഒരു ദിവസം രാവിലെ വന്ന് അവതരിപ്പിച്ച് പാസ്സാക്കി പോയിട്ടത്? ഏത് നടപടിക്രമം പാലിച്ചിട്ടാ? ഇവിടെ നടപടിക്രമങ്ങൾ അങ്ങ് പറയുകയാണ് ഇദ്ദേഹത്തിന് വരണമെങ്കിൽ പാർലമെന്റ് സമ്മേളിക്കണ്ടേ. ഇത് പണ്ടേ ആണ്ട് പറഞ്ഞ പോലെ നമ്മൾ വികസനം തടഞ്ഞ് ഞങ്ങൾ മാറിയപ്പോഴത്തേക്ക് വികസനം മുഴുവൻ കൊണ്ടുവന്നു. ചോദിച്ചപ്പോൾ എന്താ തടസ്സം ഉണ്ടാക്കുന്ന ഞങ്ങൾ തന്നെയാ എന്ന് പറയും. എന്തുകൊണ്ടാണ് പാർലമെന്റ് പ്രക്ഷുബ്ധമായിരിക്കുന്നത്? അമിത്ഷായും നരേന്ദ്രമോദിയും പാർലമെന്റിലേക്ക് വരാത്തതുകൊണ്ടാണ് പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അത് പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് വരാത്തത്. ഇത്രയൊക്കെ ചർമ്മബലം എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമാണ്. പിന്നെ നിങ്ങൾ പറയുകയാണ് ഈ പാർലമെന്റ് ഇങ്ങനെ സ്തംഭിപ്പിക്കാൻ പാടുണ്ടോ? ഈ 2013 ഓഗസ്റ്റ് 23 മുതൽ ഓഗസ്റ്റ് 31 വരെ പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ട് 2013 ആണോ 12 ആണോ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മൻമോഹൻ സിംഗ് നാം സബ്മിറ്റിന് വേണ്ടിയിട്ട് ഇറാനിൽ തെഹ്റാനിൽ പോയി പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ അന്ന് കോൾ അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ നിൽക്കുന്ന സമയമാണ്. 13 ദിവസമാണ് ഈ രാജ്യത്തെ പാർലമെന്റ് BJP പരിപൂർണമായി സ്തംഭിപ്പിച്ചു. എന്തേ? നിങ്ങൾക്ക് മറുപടിയില്ലേ? പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ രീതിയാണ്, അതൊരു സാധ്യതയാണ് എന്ന് പറഞ്ഞത് അങ്ങ് ഇന്ന് ന്യായീകരിക്കുന്ന BJPയുടെ നേതാവ് അരുൺ ജെയ്റ്റ്ലിയാണ്. പാർലമെന്റ് സ്തംഭനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ് എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? നിങ്ങൾ എന്താണ് ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? ജെൻസി ഇത് കാണും. ജെൻസി കൃത്യമായിട്ട് ഇത് കണ്ടതുകൊണ്ടും നിങ്ങളുടെ ഈ പറയുന്ന ഈ ഫേക്കായിട്ടുണ്ടാക്കുന്ന നെറേറ്റീവിൽ നിന്ന് അവർക്ക് വസ്തുതകൾ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് അമിത്ഷായ്ക്ക് പാർലമെന്റിലേക്ക് വരാൻ പറ്റാത്തത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത്, ഈ രാജ്യം കണ്ടൊരു വലിയ വിപ്ലവം നടത്തിയത് ഇല്ലേ? ഈ അമിത്ഷായ്ക്ക് ഇതിനകത്ത് ഡയറക്ട്ലി റെസ്പോൺസിബിൾ അല്ലേ? ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണ്. ആ റെസ്പോൺസിബിലിറ്റി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പെല്ലറ്റ് ഗൺ മാത്രമാണോ? പെല്ലറ്റ് ഗണ്ണിന്റെ വിഷയമുണ്ട്. ലാത്തി ആണി അടിച്ചു കൊണ്ടുവന്നു. വിദ്യാർത്ഥിനികളുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തി കൊണ്ട് കുത്തി ഇല്ലേ? വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തി കൊണ്ട് കുത്തി. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആ സമരരംഗത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ, വെറുതെ ആക്രമണത്തിനൊന്നും അല്ലാതെ വെറുതെ നിൽക്കുന്ന കുട്ടിയെ ഓടിച്ചെന്ന് കരണത്തടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥ വേറൊരു കുട്ടിയുടെ കരണത്തടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഒരു കുട്ടിയെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഗ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് ഈ ലൈംഗിക അവയവങ്ങളെ പോലും നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ലൈംഗികതയെ പോലും ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യം അധപ്പതിച്ചിട്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് വന്നിട്ട് മറുപടി പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ BJP ഒക്കെ ഈ ചർച്ചകളിലേക്കൊക്കെ വരാത്തതിന്റെ കാര്യത അവർക്ക് തന്നെ മനസ്സിലായി. ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഇത്രമാത്രം വലിയ ചർമ്മബലത്തോടു കൂടി ഇവിടെ വന്ന് പറയുന്നത്. പിന്നെ പാർലമെന്റ് അറ്റൻഡൻസ് ബഹുമാനപ്പെട്ട ശ്രീ സെബാസ്റ്റ്യൻ പോളും കൂടി ഇവിടെ സൂചിപ്പിച്ചു പോകണ്ടേ? 73% ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പാർലമെന്റിലെ അറ്റൻഡൻസ്. 73%. മുഴുവനുള്ള ആവറേജ് എന്ന് പറയുന്നത് 80 to 81%. അപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 73% അറ്റൻഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വിദേശയാത്രയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രി എന്ന രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നരേന്ദ്രമോദി
ഈ പറയുന്ന പാർലമെന്റിലെ അറ്റൻഡൻസ് എടുത്താൽ എത്രയുണ്ടാവും? പബ്ലിക് റിലേഷൻസ് ആ കണക്ക് പോലും പുറത്തുവിടുന്നില്ല. ഇപ്പൊ നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസ് കണക്ക് പോലും പുറത്തുവിടുന്നില്ല. നിങ്ങൾ ഇപ്പൊ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മൻമോഹൻ സിംഗിന്റെ അറ്റൻഡൻസ് കിട്ടും, 73%. അദ്ദേഹം രാജ്യസഭ MP ആയിട്ടിരിക്കുമ്പോൾ, പ്രധാനമന്ത്രിയായിരുന്ന മുഴുവൻ സമയവും അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസിന്റെ കണക്ക് പോലും പുറത്ത് ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ള നിലയിൽ ഇത് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോ നേരത്തെ ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് ഞങ്ങൾ പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം അവർ രാജ്യത്തിനും അവരുടെ പാർട്ടി അനുയായികൾക്കും കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന്. 2, ഇവരുടെ ദുരഭിമാനമാണ്. രാജ്യത്തിന് മുമ്പിൽ പരാജയപ്പെട്ടവരാണ് എന്നുള്ളത് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അത് ഇനി പുറത്തു വന്ന് ഞങ്ങൾ തുറന്നു പറയാനുള്ള ഭയം, അവർക്ക് ആ ദുരഭിമാനത്തിന്റെ ഭയം അവിടെയുണ്ട്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് വിജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ആവശ്യമില്ല എന്നുള്ള, കാരണം അവർക്കറിയാലോ ജയിക്കുന്ന ഒന്നും ജനങ്ങളുടെ പിന്തുണയോടെ അല്ല, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചിട്ടാണെന്ന് അവർക്ക് സ്വയം അറിയാം. പിന്നെ എന്തിനാ ഇതിനൊക്കെ കാര്യം? ഞങ്ങൾക്ക് ഭരിച്ചാൽ പോരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ട നടപ്പാക്കിയാൽ പോരെ. വന്ദേമാതരം ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയില്ലേ ഇതിനിടയ്ക്ക്? ഇതിനിടയ്ക്ക് വന്ദേമാതരം ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയില്ലേ? എന്താ ലക്ഷ്യം? രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ കുറച്ചു കാണിക്കണം. രാജ്യത്തിന്റെ ദേശീയ ഗാനം ഈ രാജ്യത്തിന്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും ഈ രാജ്യത്തിന്റെ വൈവിധ്യവും പ്രതിനിധീകരിക്കുന്ന ദേശീയ ഗാനത്തെ കുറച്ച് കാണിച്ചുകൊണ്ട് ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഗാനം അതിന് മുകളിൽ പ്രതിഷ്ഠിക്കണം. അതിനുവേണ്ടി അവരുടെ അജണ്ടകൾ മുഴുവൻ പാർലമെന്ററി നടപടിക്രമം ഏറ്റവും ഇദ്ദേഹം ഊറ്റം കൊണ്ട പാർലമെന്റ് നടപടിക്രമങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ജനാധിപത്യം ഇതിന് മറുപടി കൊടുക്കും. ഇത് ഏത് രീതിയിലാണ് ഈ രാജ്യം മറുപടി കൊടുക്കേണ്ടി വരിക എന്നുള്ളതിന്റെ സൂചനയെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ സൂചന എത്രമാത്രം മുന്നോട്ട് പോകും, എത്രമാത്രം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളത് നോക്കി നിന്നാ മതി. ഏകാധിപതികളായിട്ടുള്ള ജനങ്ങൾ കണക്ക് പറയിപ്പിച്ചിട്ടുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.